ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ ആസാമിൽ എത്തിയിട്ടുണ്ട്. ഞാനും കുഞ്ഞും കൂടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആസാമിൽ ആദ്യമായിട്ട് പോയത് നമ്മുടെ ആർമി ക്വാർട്ടറിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു മേള നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മേള കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ശരിക്കും ആസാം കണ്ടപ്പം നമ്മുടെ ഒരു പഴയ ഒരു 20 വർഷം മുന്നേ ഉള്ള കേരളം എങ്ങനെയാണോ അതേപോലെയാണ് എനിക്ക് തോന്നിയത്. ആ മേളയിൽ ചെന്നപ്പോഴും അതുപോലെ തന്നെ പഴയ കാലങ്ങളിലുള്ള നമ്മുടെ ഇപ്പം കുറച്ചും കൂടെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളതല്ലേ നമ്മുടെ ഇവിടുത്തെയൊക്കെ മേളകളാണെങ്കിലും ഫെസ്റ്റൊക്കെ ആണെങ്കിലും അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഒരു പഴയ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ളതാണ്. ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെട്ട് തുടങ്ങാത്തത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും ആ ഭാഗത്തോട്ടേ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ശരിക്ക് കടകളും എല്ലാം ഉണ്ട്. ഇതേ കുട്ടികൾക്കുള്ള പേന, പെൻസില്, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടുന്ന ടൈപ്പിലല്ല. അത് കുറച്ചുകൂടെ പഴയതായി. ഈ വളകളൊക്കെ കണ്ടോ, അവരൊക്കെ ഉപയോഗിക്കുന്ന വേറൊരു ടൈപ്പിലുള്ള വളകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഞാൻ കണ്ടത്. പിന്നെ പാത്രങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ദാണ്ട് ഇവിടെ. ഈ മേളയിലുണ്ടായിരുന്ന ഏറ്റവും പ്രത്യേകമായിട്ട് ഫീൽ ചെയ്ത് ഇതായിട്ടോ, ഇതൊരു കളിയാണ്, ഇതൊരു ഗെയിമാണ്. ഇതിനകത്തിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പറിനകത്തിൽ നമ്മൾ പണം വെക്കും. പണം വെച്ചിട്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ പണം വെച്ചിട്ട് ആ നടുക്കുള്ള അത് പിടിച്ചിട്ട് കറക്കുമ്പോഴത്തേക്കും ആ പോയിൻ്റ് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അതനുസരിച്ച് അവർക്ക് എന്തോ പൈസയോ ഗിഫ്റ്റോ ഒക്കെ കിട്ടാറുണ്ട്. എനിക്കിതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് കിട്ടിയില്ല. എങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നോക്കി നിന്ന്. ആ ഭാഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് അവിടുത്തെ ചായ ഉണ്ടാക്കുന്ന രീതിയാണ്. ചായ ഉണ്ടാക്കുന്ന രീതിയും ഇങ്ങനെയൊക്കെയുള്ള ആ അടുക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ് കണ്ടോ, അത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് പകരമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്. ഇത് ഉപയോഗിച്ചിട്ട് അതങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചായ ഇങ്ങനെ കോരി ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് അവർ ചായ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയോ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊക്കെയാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത്. ഞാൻ പക്ഷേ കുടിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫുഡൊന്നും അങ്ങോട്ട് സെറ്റായി വരുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുക, അതും അങ്ങ് വീഡിയോ ആയിപ്പോയി അറിയാണ്ട്. ഏട്ടനാണെങ്കിൽ ഇങ്ങനെ നോക്കുക, നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത ഓച്ചിറയിലോ അല്ലെങ്കിൽ നമ്മുടെ ബീച്ചിലോ ഒക്കെ കാണുന്നതൊക്കെ പോലെ തന്നെ ഇത് കോമൺ ആയിട്ടുള്ളൊരു സംഭവമല്ലേ, അതവിടെ കാണാൻ പറ്റും കേട്ടോ. മോള് പിന്നെ ഇതിനകത്തിൽ എവിടെ ആയാലും ഇത് കയറാറുണ്ട്. അങ്ങനെ അത് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ രാത്രിയിൽ നമുക്ക് ലീവ് ഒന്നും അല്ലെങ്കിൽ അങ്ങനെ പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കണ്ടിട്ട് വേഗം തന്നെ തിരിച്ച് കയറുക ചെയ്തേ. ഇവിടെ ഞങ്ങളുടെ ക്വാർട്ടറിൻ്റെ അടുത്തുള്ള ഒരു ദീദി പറഞ്ഞിട്ടുണ്ടായിരുന്നു മേളയിൽ നല്ല കമ്മലൊക്കെ കിട്ടാറുണ്ട്, അതുകൊണ്ട് കമ്മലൊക്കെ പോകുമ്പോൾ നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വലിയ പ്രതീക്ഷയിൽ ഇവിടെ നല്ല കമ്മലൊക്കെ വാങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്കും ഒന്നും ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. അപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് പോയി ക്വാർട്ടറിലേക്ക്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും താങ്ക് യു.